നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനയും സച്ചിൻ ചെന്നൈയിലേക്ക് പോവാൻ തയ്യാറായാലും അച്ഛൻ സമ്മതിക്കരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെയാവുമ്പോ നമ്മളൊക്കെ ഉണ്ട് അവൾക്കൊപ്പം. അവിടെ പോയി ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് ഉള്ള പ്രതീക്ഷയും കൂടെ പോവും. ആർക്കാ കുഴപ്പമെന്ന് മാത്രം ആരും ചേച്ചി അറിയിച്ചില്ലെന്ന് മാത്രം. അത് താൻ പറയുന്ന പോലെ അത്ര നിസ്സാരമായി എടുക്കാൻ പറ്റുന്നൊന്നല്ല. ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ലെന്ന ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പെട്ടെന്ന് അങ്ങനെ അറിയുമ്പോ ആരായാലും തകർന്നു പോകും. ദേ നോക്ക്, ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാ തൽക്കാലത്തേക്കെങ്കിലും കുഞ്ഞിനെ നമുക്ക് ഏട്ടത്തിന് കൈകൊണ്ട് കൊടുക്കാം. നമ്മുടെ മോളെടുത്ത് കളിപ്പിക്കുമ്പോഴൊക്കെ ഏട്ടത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ആ അവസ്ഥയ്ക്ക് അങ്ങനെ മാറ്റം വരണ്ട. മറ്റൊന്നും കൊണ്ടല്ല സന്ദീപ്, മുന്നേ ചേച്ചിക്ക് മക്കള് ജനിക്കോ ഇല്ലെന്നുള്ള സംശയമായിരുന്നു. അപ്പൊ തന്നെ എന്റെ കയ്യിൽ മോളെ കിട്ടിയിട്ടില്ല. ഇപ്പോ ഏകദേശം ഉറപ്പായി ചേച്ചിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഇനിയും ചേച്ചിയുടെ കയ്യിൽ ഇവളെ കൊണ്ട് കൊടുത്താ പിന്നെ നമുക്ക് കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്നങ്ങ് കരുതിയാ മതി. നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? അതിന് നിന്റെ സ്വന്തം ചേച്ചിയല്ലേ എടുത്തി? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്റെ ചേച്ചി എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് സന്ദീപിന് പിന്നീട് മനസ്സിലാവും. കൊള്ളാം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സംഭവമൊക്കെ നടക്കുമ്പോ ഞാനും കൂടി അവിടെ വേണമായിരുന്നു. ഇനി കാര്യങ്ങൾ എളുപ്പമല്ലേ? ഈ ഷോക്കിൽ നിന്ന് സേതുമാധവനും അർച്ചനയും ഒന്നും പെട്ടെന്ന് എഴുന്നേറ്റ് വരില്ല. ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഈ കാര്യത്തിൽ കൂടുതൽ സന്തോഷിക്കുമ്പോഴും മറ്റൊരു കാര്യമുണ്ട്. സന്ധ്യ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അവളുടെ ട്രീറ്റ്മെന്റിന് പുരോഗതിയുണ്ടെന്നും ഇനിയും ട്രീറ്റ്മെന്റ് നടത്തിയ അർച്ചന അമ്മയാകുന്നും ഇവിടെ കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരുടെയും നിർബന്ധത്തിന് അവസാനം അർച്ചന ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ചിലപ്പോ അത് സംഭവിച്ചെന്നിരിക്കും. അവക്ക് ഒരു കുഞ്ഞു പറക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ സേതുമാധവന്റെ അടുത്ത് നിന്ന് പറയണം. ധനുഷ് പറ, ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ സേതുമാധവന്റെ അടുത്ത് നിന്ന് പറയണം. അച്ഛാ, ഈ വീട്ടിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് അതിന് ഒരു തീരുമാനം എടുക്കേണ്ട അച്ഛൻ ഇങ്ങനെ തകർന്നിരുന്നാലോ? ബാക്കിയുള്ളവർക്ക് ആശ്വാസം കൊടുക്കേണ്ട ആളല്ലേ അച്ഛൻ? അതിനാ എനിക്കിപ്പോ സാധിക്കാത്തത്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാര വാക്കുകളില്ലല്ലോ. വാക്കുകൾ കൊണ്ട് ആശ്വാസം കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യം ഇത്. ഞാനും കുറെ ആലോചിച്ചു ഇതിന് എന്താ ഒരു പരിഹാരം. ഇവിടെ ഇങ്ങനെ എല്ലാരും തകർന്നിരിക്കുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല അച്ഛാ. എല്ലാവർക്കും ഇതിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാ ഒരു വഴി എന്റെ മുന്നിൽ തെളിഞ്ഞത്. നടന്ന ട്രീറ്റ്മെന്റിലൊക്കെ പുരോഗതി ഉണ്ടായിരുന്നല്ലേ സന്ധ്യ പറഞ്ഞത്? അപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നല്ലേ അർത്ഥം? നീ എന്താ പറഞ്ഞു വരുന്നത്?
എനിക്ക് പരിചയമുള്ള മറ്റൊരു ഡോക്ടറുണ്ട്, അഹമ്മദ് കബീർ എന്ന പേര്. പരിചയം എന്ന് പറഞ്ഞാൽ നേരിട്ട് എനിക്കറിയില്ല. ഇതുപോലത്തെ കേസുകളിൽ റിസൾട്ട് 100% ഉറപ്പാ. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് നടത്തിയത് അദ്ദേഹമാ. എത്ര ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നപ്പോ അവരവസാനം എന്നോണം ഡോക്ടർ കബീറിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു. ഉടനടി റിസൾട്ടും കിട്ടി. ഇപ്പൊ ആ കുട്ടിക്ക് 2 വയസ്സും കഴിഞ്ഞു. അർച്ചനയുടേത് അത്ര കുഴപ്പം പിടിച്ച കേസല്ലാത്തോണ്ട് ഉടനെ ട്രീറ്റ്മെന്റ് സക്സസ് ആവുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ ഒരു മാനസികാവസ്ഥയിൽ അർച്ചന ചെന്നൈക്ക് പോകാൻ തയ്യാറാവില്ല. സന്ധ്യ ഇപ്പോ അർച്ചനയ്ക്ക് വിശ്വാസവും ഇല്ല. ആ സ്ഥിതിക്ക് ആകെയുള്ളൊരു വഴി ഇതാ. അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇവിടെ ആരും വിഷമിക്കരുതെന്നു. അതുകൊണ്ടാച്ചാ ഞാൻ ഇങ്ങനൊരു വഴി പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ തന്നെ സച്ചിയെ അർച്ചനയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഡോക്ടർ കബീറിന്റെ നമ്പർ ഞാൻ അച്ഛന് തരാം. അച്ഛൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മതി. എനിക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. എല്ലാത്തിനും എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് അർച്ചനയും സച്ചിയും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം നമുക്ക്. അർച്ചനയും സച്ചിയും ചെന്നൈയിലേക്ക് പോവാൻ തയ്യാറായാലും അച്ഛൻ സമ്മതിക്കരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ആവുമ്പോ നമ്മളൊക്കെ ഉണ്ട് അവൾക്കൊപ്പം. അവിടെ പോയി ഓരോന്നാലോചിച്ച് വിഷമിച്ച് ഉള്ള പ്രതീക്ഷയും കൂടെ പോവും. അതുകൊണ്ട് അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം. എത്രയും വേഗം ഡോക്ടർ കബീറിനെ ഒന്ന് കാണാൻ പറയണം. ഡോക്ടറിനോട് സംസാരിക്കുമ്പോ തന്നെ അവക്കൊരു മാറ്റം ഉണ്ടാവും. അച്ഛാ, ഞാനായി ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തെന്ന് അർച്ചനോട് സച്ചിയോട് പറയണ്ട. ഞാനും അവളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അർച്ചനയ്ക്കത് ഇഷ്ടാവില്ല. ഞാനിന്നും അവളെ എന്റെ അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് നനയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.